ലോകം മുഴുവൻ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണോ ഇസ്രായേൽ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ സിറിയൻ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിന് സമീപമാണ് ബോംബ് വർഷിച്ചത്. സിറിയയിലെ ന്യൂനപക്ഷമായ ഡ്രൂസ് വിഭാഗത്തിനെതിരെ നടക്കുന്ന വംശീയ അതിക്രമത്തിനെതിരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഡ്രൂസ് മതവിഭാഗത്തെ സംരക്ഷിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഡമാസ്കസിൻ്റെ തെക്ക് ഭാഗത്ത് സൈന്യത്തെ വിന്യസിക്കാനോ ഡ്രൂസ് സമൂഹത്തിന് ഭീഷണിയാകാനോ ഇസ്രായേൽ അനുവദിക്കില്ലെന്നും സിറിയൻ ഭരണകൂടത്തിനുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ ആക്രമണമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ച സിറിയൻ പ്രസിഡന്റ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഇസ്രായേലിൻ്റെ ശ്രമമെന്നും കുറ്റപ്പെടുത്തി. ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വിമർശിച്ചു. ആക്രമണം സിറിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഗുട്ടറസ് വ്യക്തമാക്കി. ഇസ്രായേൽ ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, സിറിയയുടെ ഐക്യത്തെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു. സിറിയയിലെ ഡ്രൂസിൻ്റെ ആത്മീയ നേതാവായ ഷെയ്ഖ് ഹിക്മത്ത് അൽ ഫിജ്രി വ്യാഴാഴ്ച നടന്ന ആക്രമണത്തെ ഡ്രൂസ് സമൂഹത്തിനെതിരായ ന്യായീകരിക്കാനാവാത്ത വംശഹത്യ എന്നാണ് വിശേഷിപ്പിച്ചത്. സമാധാനം നിലനിർത്താൻ അന്താരാഷ്ട്ര ശക്തികളുടെ ഇടപെടൽ ആത്മീയ നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടെ ഏറ്റുമുട്ടലുകൾക്ക് പ്രേരിപ്പിച്ചതായി ആരോപിക്കുന്ന നിയമവിരുദ്ധ ഗ്രൂപ്പുകളെ നേരിടാൻ ഡ്രൂസ് മേഖലകളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചതായി സിറിയൻ സർക്കാർ അറിയിച്ചു. ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ആക്രമണത്തിനെതിരെ നിരവധി ലോകരാജ്യങ്ങൾ രംഗത്തു വന്നു. സിറിയയിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളെ ഇറാനും സൗദി അറേബ്യയും സംയുക്തമായി അപലപിച്ചു. റിയാദിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ ഇരു രാജ്യങ്ങളും സിറിയയുടെ പരമാധികാരത്തെയും സ്ഥിരതയെയും നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. ഇസ്രായേലിൻ്റെ നടപടികൾ നിയമവിരുദ്ധവും അപകടകരവുമാണെന്നും ഇരു രാജ്യങ്ങളും കുറ്റപ്പെടുത്തി. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ വർദ്ധിച്ചു വരുന്ന ഇസ്രായേൽ വ്യോമാക്രമണങ്ങളെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അപലപിക്കുകയാണ്. പശ്ചിമേഷ്യയിലുടനീളമുള്ള ഇസ്രായേലി സൈനിക വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകളും അറബ് രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സിറിയയിലെ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര നിയമത്തെ ബഹുമാനിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനും സൗദിയും തമ്മിൽ അകൽച്ചയുണ്ട്. അമേരിക്കയുമായുള്ള സൗദിയുടെ ചങ്ങാത്തമാണ് ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്നത്. US-മായി മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഇസ്രായേലുമായും സൗദി അടുക്കാൻ ശ്രമിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ സൗഹൃദത്തിൻ്റെ പേരിൽ താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന് പോലും സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഗസയിൽ വംശഹത്യയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ സൗദി പിന്മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ഇറാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് സൗദി കണ്ണിലെ കരടാണ്. അതിനിടയിൽ സിറിയയിലെ ആക്രമണത്തെ അപലപിച്ച് ഇറാനും സൗദിയും സംയുക്തമായി എത്തിയത് വലിയ ചർച്ചയാവുകയാണ്. സൗദിയുടെ നിലപാട് മാറ്റത്തിൻ്റെ സൂചനയായാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലപാട് മാറ്റത്തിൻ്റെ പാതയിലാണ് സൗദി അറേബ്യ. ഇറാനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങൾ സ്വന്തം ഭൂപ്രദേശം US-ന് നൽകരുതെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഏതെങ്കിലും രാജ്യം ചെയ്താൽ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ US-ന് സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഈ സൈനിക കേന്ദ്രങ്ങൾ ആക്രമണത്തിൻ്റെ താവളങ്ങളാക്കി മാറ്റരുതെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് നൽകുന്നത്.